മീഡിയേഷനിലൂടെ ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിച്ചേർന്നാൽ അത് ഫൈനലാണ്. അത് കോടതി വിധിയായി വരികയും അതിന്മേൽ പിന്നീട് അപ്പീൽ പോകാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് തന്നെ മീഡിയേഷന് വേണ്ടി വളരെ ശ്രദ്ധാപൂർവം തയ്യാറെടുക്കേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് മീഡിയേഷൻ? ഫാമിലി കോടതിയുമായി ബന്ധപ്പെട്ട് പൊതുവെയുള്ള സംശയമാണ് കൗൺസിലിങ്ങും മീഡിയേഷനും ഒന്നു തന്നെയാണോ എന്നത്. എന്നാൽ ഫാമിലി കേസുകളിലെ നിർബന്ധമായ ഒരു സെഷനാണ് കൗൺസിലിംഗ്. മീഡിയേഷൻ അങ്ങനെയല്ല. ഇരു കക്ഷികളുടെയും സമ്മതത്തോടുകൂടി നടത്തുന്ന ഒരു സെറ്റിൽമെൻറ്റ് പ്രോസസ്സാണ് മീഡിയേഷൻ. ഒരു വിഷയം മീഡിയേഷനിലേക്ക് എത്തിച്ചേരുന്നത് രണ്ട് രീതിയിലാണ്. കക്ഷികൾ കോടതിയിൽ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ കോടതി താൽപ്പര്യപ്പെടുക. ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ഫാമിലി ഡിസ്പ്യൂട്ടുകൾ ഫാമിലി കോടതികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അതിലുപരി ഇത്തരം ഫാമിലി ഡിസ്പ്യൂട്ടുകളിൽ 90% ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടലിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതുമാണ്. 5-10 വർഷം നീണ്ടു നിൽക്കേണ്ട കോടതി വ്യവഹാരങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾക്കകം പരിഹരിക്കാൻ കഴിയുന്നു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് സാമ്പത്തിക ചിലവുകളാണ്. കുറഞ്ഞ ദിവസം കൊണ്ട് പരിഹാരമുണ്ടായാൽ അത്രയും ചിലവ് കുറഞ്ഞിരിക്കും. മീഡിയേഷനിലൂടെ ഒരു കേസ് സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അതെല്ലാ അർത്ഥത്തിലും ഗുണകരമായിരിക്കും. മീഡിയേഷന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തി, മീഡിയേറ്റർ, പൊതുവെ സീനിയറായ ഒരു അഭിഭാഷകനായിരിക്കും. മീഡിയേഷൻ നടത്താനുള്ള ട്രെയിനിങ്ങും നേടിയിട്ടുള്ള ആളായിരിക്കും. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പരിഹരിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, കുട്ടികളുടെ കസ്റ്റഡിയും ചിലവിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അലിമണി എത്രയാണ്, കൂടാതെ ഇരുവരുടെയും അസറ്റ്സ് വീതിക്കുന്നതെങ്ങനെയാണ്, വിവാഹ സമയത്ത് ലഭിച്ച വസ്തുക്കൾ, സ്വർണം തുടങ്ങിയവയെല്ലാം. മീഡിയേഷന് വേണ്ടി തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിഷയം നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കുക. ഞാൻ മീഡിയേഷന് വേണ്ടിയാണ് പോകുന്നത്, ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത്, എൻ്റെ വിഷയങ്ങൾ ഞാൻ തന്നെയാണ് അവതരിപ്പിക്കേണ്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പ് സ്വന്തമായി ചെയ്യേണ്ടതുണ്ട്. എതിർ കക്ഷിയോടുള്ള വികാരപ്രകടനത്തിനല്ല പോകേണ്ടത്. അർഹമായത് ആവശ്യപ്പെടാനും നേടിയെടുക്കാനുമാണ്. ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം, കുറ്റം പറച്ചിലുകൾക്കല്ല എന്ന ബോധ്യമുണ്ടാകണം. ഇതൊരു ആർഗ്യുമെൻ്റ് അല്ല, നെഗോഷിയേഷനാണ് എന്ന ബോധം ആദ്യാവസാനം ഉണ്ടായിരിക്കണം. മീഡിയേഷനിലൂടെ ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിച്ചേർന്നാൽ അത് ഫൈനലാണ്. അത് കോടതി വിധിയായി വരികയും അതിന്മേൽ പിന്നീട് അപ്പീൽ പോകാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് തന്നെ മീഡിയേഷന് വേണ്ടി വളരെ ശ്രദ്ധാപൂർവം തയ്യാറെടുക്കേണ്ടതാണ്. എന്താണ് മീഡിയേഷൻ പ്രോസസ്സ്? മീഡിയേറ്റർ വിഷയത്തെ സംബന്ധിച്ച്, അതിൻ്റെ രീതികളെ സംബന്ധിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുകയാണ് ആദ്യമായിട്ടുള്ളത്. അതിനുശേഷം ഓരോ കക്ഷിയെയും സെപ്പറേറ്റായിട്ടിരുത്തി വ്യക്തമായ അഭിപ്രായം ആരായുന്നു. തുടർന്ന് ഇരു കക്ഷികളെയും ഒരുമിച്ചിരുത്തിയും വിഷയങ്ങൾ ചോദിച്ചറിയുന്നു. ഇരു കക്ഷികളുടെയും വിഷയങ്ങൾ മനസ്സിലാക്കി അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ഒരു പൊതു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ വിട്ടുവീഴ്ചയോടുകൂടി യോജിക്കുകയോ മാന്യമായി പിരിയുകയോ ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കുന്നു. ഇരു കക്ഷികൾക്കും യോജിക്കാൻ കഴിയുന്ന ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പലരും മീഡിയേഷൻ റൂമിൽ ഭയത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. കോടതിയല്ലേ എന്ന് കരുതി പറയേണ്ടത് പലതും പറയാൻ മടിക്കുന്നു. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒത്തുതീർപ്പിന് വേണ്ടി മീഡിയേറ്ററുടെ മുമ്പിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും കോടതിയുടെ മുമ്പാകെ എത്തുന്നതേയല്ല. അത് മീഡിയേഷൻ റൂമിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭാഷണം മാത്രമാണ്. മീഡിയേഷനിലൂടെ ഒരു വിഷയം സെറ്റിലായാൽ ആ ഒത്തുതീർപ്പ് വ്യവസ്ഥയിന്മേൽ ഇരു കക്ഷികളും അവരുടെ അഭിഭാഷകരും സൈൻ ചെയ്യുന്നു. അത് പിന്നെ കോടതി വിധിയായി പുറത്തു വരുന്നു. ഈ വിഷയത്തിന്മേലുള്ള വിധി മുൻപ് സൂചിപ്പിച്ചതുപോലെ ഫൈനലാണ്, അപ്പീൽ പോകാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തയ്യാറാക്കുന്ന മീഡിയേഷൻ എഗ്രിമെൻ്റ് വളരെ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. മീഡിയേഷൻ വളരെ ലളിതമാണ്, എന്നാൽ അതിലെടുക്കേണ്ട തീരുമാനങ്ങൾ വളരെ ആലോചിച്ചെടുക്കേണ്ടതാണ്. വിവാഹ സംബന്ധമായ കേസുകളിലാണ് കൗൺസിലിംഗ് നൽകാറുള്ളത്. ഫാമിലി കോടതിയിലെ ഒരു മാൻഡേറ്ററി പ്രൊസീഡിംഗ്. ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളവർ കോടതിയുടെ തന്നെ സ്റ്റാഫും ഇതേ മേഖലയിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ളവരുമാണ്. പല കാരണങ്ങൾ പറഞ്ഞ് കൗൺസിലിംഗ് പ്രോസസ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്നാൽ ഈ ഒരു സ്റ്റേജ് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നു. അതോടൊപ്പം ഈ ഒരു കേസ് നിലനിൽക്കുന്നതാണോ, ജെനുവിനാണോ എന്ന് പരിശോധിക്കാനും ഈ ഘട്ടം സഹായിക്കുന്നു. കക്ഷികളെ കൂടാതെ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും വിളിച്ചു വരുത്തി ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൗൺസിലിംഗ് സഹായകമാണ്. ഒരു ഫാമിലി കേസിലെ ആദ്യ ഘട്ടമെന്ന നിലയിൽ കൗൺസിലിംഗ് സെക്ഷനിൽ വെച്ച് തന്നെ കേസ് സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ട നീണ്ട കാലയളവും വിശദമായ മറ്റ് നടപടിക്രമങ്ങളും ഒഴിവായി കിട്ടുന്നതാണ്.
കൗൺസിലിംഗ് എന്നത് ബോധവൽക്കരണം നൽകലാണെന്നോ ഉപദേശം നൽകലാണെന്നോ തെറ്റിദ്ധരിക്കരുത്. നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക. മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.